സോ മക്കളെ, നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. 29th ജാനുവരിയിൽ നടന്ന ഷിഫ്റ്റ് 2 എക്സാമിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിലും നമുക്ക് ആൽക്കഹോളിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും നമുക്ക് ആൽക്കഹോളിൻ്റെ അസിഡിക് നേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നത്. ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇവിടെ 4 കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. 4 കോമ്പൗണ്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് എത്തനോളാണ്, പിന്നെ ഫീനോൾ, മെറ്റാനൈട്രോഫീനോൾ, പാരാനൈട്രോഫീനോൾ. അപ്പോൾ ഇതിൽ PK വാല്യൂസും തന്നിട്ടുണ്ട്. സോ നമ്മൾ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട നമ്മൾ എല്ലാത്തിൻ്റെയും PK വാല്യൂസ് ബൈഹാർട്ട് പഠിച്ചിട്ട് പോകണമെന്നുള്ളത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൽ നമുക്കറിയാം PK വാല്യൂ കൂടിയ ആൾക്ക് ആസിഡിറ്റി കുറവായിരിക്കും. PK വാല്യൂ കൂടിയ ആൾക്ക് ആസിഡിറ്റി കുറവായിരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആസിഡ് ഏതാ നോക്കിയിട്ട് അതിന് ഏറ്റവും കുറഞ്ഞ PK വാല്യൂ അസൈൻ ചെയ്താൽ മതി. അത്രേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഇതിൽ തന്ന ആളുകൾ ആരൊക്കെ നോക്കാം. എത്തനോൾ എന്ന് പറയുമ്പോൾ CH3CH2OH, ഫിനോൾ എന്ന് പറയുമ്പോൾ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ OH, പിന്നെ മെറ്റാനൈട്രോഫിനോൾ ആണ് അടുത്തത്. മെറ്റാ പൊസിഷനിൽ ഒരു നൈട്രോ ഗ്രൂപ്പ്. അടുത്തത് എന്താ? പാരാനൈട്രോഫിനോൾ ആണ്. ഇതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ഉത്തരം? അതിൽ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ്. Hനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആനയോൺ കോൺജുഗേറ്റ് ബേസ് ഏതാണ് കൂടുതൽ സ്റ്റേബിൾ? അപ്പം ഇവിടെ നിന്നൊക്കെ നമ്മൾ Hനെ റിമൂവ് ചെയ്താൽ ഓക്സിജൻ്റെ മുകളിലാണ് നെഗറ്റീവ് ചാർജ് വരുന്നത്. എന്ന് വെച്ചാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി എല്ലാത്തിലും സെയിം ആണ്. പിന്നെ നമ്മൾ നോക്കേണ്ട എന്താ? എഫക്റ്റ് എന്താ ഉള്ളത്? അപ്പോൾ ഇതിൽ നോക്കുമ്പം ഫസ്റ്റ് വണ്ണിൽ നോക്കുമ്പോൾ ഇവിടെ +I ഇഫക്റ്റ് ആണ്. എന്ന് വെച്ചാൽ അവിടെ നെഗറ്റീവ് ചാർജിൻ്റെ ഡെൻസിറ്റി കൂടും, ഹൈലി അൺസ്റ്റേബിൾ ആകും. ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ ഇവിടെ റെസൊണൻസ് ഇഫക്റ്റ് ഉണ്ട്. നോർമൽ റെസൊണൻസ് ഇഫക്റ്റ്. ഇവിടെ റെസൊണൻസ് ഇഫക്റ്റിന് പുറമെ ഇവൻ്റെ -I ഇഫക്റ്റ് കൂടി ഉണ്ടാവും. ഓക്കെ, ഇവിടെ റെസൊണൻസ് ഇഫക്റ്റിന് പുറമെ ഇവൻ്റെ -M ഇഫക്റ്റ് കൂടി ഉണ്ടാവും. അപ്പോൾ -M ഇഫക്റ്റും വരുമ്പം ശക്തമായിട്ട് ഇലക്ട്രോൺ ഡിസ്പേഴ്സ്ഡ് ആവും. അപ്പോൾ ദിസ് മോളിക്യൂൾ വിൽ ബി മോർ സ്റ്റേബിൾ. അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ ഈ മോളിക്യൂൾ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും. പിന്നെ ഇവനാണ് സ്റ്റേബിൾ ആവുക, പിന്നെ ഇവനാണ് വരിക, പിന്നെ ഇവനാണ് വരിക. സോ ദാറ്റ് മീൻസ് ഏറ്റവും അസിഡിക് പാരാനൈട്രോഫിനോൾ ആണ്. അപ്പോൾ പാരാനൈട്രോഫിനോൾ ആണ് ഏറ്റവും അസിഡിക് എന്ന് പറയുമ്പോൾ PK വാല്യൂ ഏറ്റവും കുറവ് അയാൾക്കായിരിക്കണം. അപ്പോൾ നമുക്കത് വെച്ച് നോക്കാം. അപ്പം D ഓപ്ഷനിലേക്ക് വരുമ്പോൾ പാരാനൈട്രോഫിനോളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 7.1 അസൈൻ ചെയ്യാം, കാരണം അതാണ് ഏറ്റവും കുറവുള്ളത്. പിന്നെ മെറ്റാനൈട്രോഫിനോൾ ആണ് അടുത്ത് വരേണ്ടത്. സോ മെറ്റാനൈട്രോഫിനോളിലേക്ക് വരുമ്പോൾ അത് 8.3, അതിൻ്റെ തൊട്ടടുത്ത വാല്യൂ. മെറ്റാനൈട്രോഫിനോൾ C4. പിന്നെ വരുന്നത് ഫീനോളാണ്. ഫീനോളിന് വരേണ്ടത് 10, പിന്നെ അടുത്ത വാല്യൂ അതായത് 1. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് ആര് വരിക? എത്തനോളിന് വരേണ്ടത് 2. സോ ഇത് മാച്ചായി കിട്ടുന്നത് ഏത് ഓപ്ഷനാണ് നോക്കുക നമുക്ക്. A2, B1, C4 ആൻഡ് D3. ഓപ്ഷൻ 4 is the right answer.